പരിശീലിപ്പിക്കുന്ന കേന്ദ്രത്തിലെ കലാകാരന്മാർക്ക് നയാ പൈസ നൽകാത്ത സാംസ്കാരിക വകുപ്പ്. ഭരണഘടന പണമുള്ളവനാണെന്ന് ഗീർവാണമടിച്ചു കുരുക്കിലായ 10ാം ക്ലാസ്സിലെ ഫുൾ A+ നേടിയവന് അക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന സത്യവും തുറന്നു പറഞ്ഞ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ സ്വന്തം ജില്ലയിലെ സ്വന്തം വകുപ്പിലെ കീഴിൽ വരുന്ന സ്വന്തം ജീവനക്കാരായ കലാകാരന്മാർക്കാണ് ഈ ദുര്യോഗം വന്നിരിക്കുന്നത്. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്വന്തം അമ്പലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരക പഠന കേന്ദ്രത്തിലെ അധ്യാപകനും ജീവനക്കാർക്കുമാണ് ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി ശമ്പളം കിട്ടാതെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ മുമ്പിൽ പലതവണയും 1 മാസത്തെ ശമ്പളമെങ്കിലും ആവശ്യപ്പെട്ട് തുള്ളിയിട്ടും ഈ പാവം പിടിച്ച തുള്ളൽ കലാകാരന്മാരുടെ അവസ്ഥ വീണ്ടും തഥൈവ തന്നെ. ഇവിടുത്തെ തുള്ളൽ അധ്യാപകൻ അടക്കം 3 പേർക്ക് ശമ്പളം കിട്ടിയിട്ട് 3 വർഷങ്ങളാണ് തികയുന്നത്. ശമ്പളം കിട്ടണം എന്ന് യാചിച്ച് ഇവർ സാംസ്കാരിക വകുപ്പിന് നൽകിയ അപേക്ഷകളുടെ എണ്ണം 1ഉം 2ഉമല്ല 5. നാളിതുവരെ ആയിട്ടും സജി ചെറിയാൻ മന്ത്രിക്കും പിണറായി മുഖ്യനും ഇവരെ പറ്റി യാതൊരു പ്രശ്നവുമില്ല. മാനേജർ, വാച്ചർ, അധ്യാപകൻ എന്നീ ജീവനക്കാരാണ് വേതനം കിട്ടാതെ പട്ടിണിയും പരിവട്ടവുമായി നിശബ്ദം തുള്ളിക്കൊണ്ടിരിക്കുന്നത്. പാവം പിടിച്ച കലാകാരന്മാർ നമ്മന്റെ ആൾക്കാർ അല്ല എന്ന അയോഗ്യതയാണ് ഈ സാധുക്കളുടെ ഗതികേടിന് കാരണം. ഏകദേശം 15ഓളം വിദ്യാർത്ഥികളാണ് അമ്പലപ്പുഴയിലെ ഈ കേന്ദ്രത്തിൽ ഓട്ടൻതുള്ളൽ അഭ്യസിച്ചു വരുന്നത്. സ്മാരകത്തിന് സർക്കാർ നിശ്ചയിച്ച വാർഷിക ഗ്രാന്റും യഥാസമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 1967 ഈ സ്മാരകം അമ്പലപ്പുഴയിൽ നിലവിൽ വരുന്നത്. തുള്ളൽ എന്ന കലാരൂപം അന്യം നിൽക്കാതിരിക്കാൻ ഏതോ സാധുവിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഈ കേന്ദ്രം. കുഞ്ചൻ നമ്പ്യാർ ഓട്ടം തുള്ളലിന് തുടക്കം കുറിച്ച സ്ഥലം എന്ന രീതിയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ ഈ മണ്ണിൽ വീഴുന്ന ഈ കലാകാരന്മാരുടെ കണ്ണീരും വിയർപ്പും സൃഷ്ടിക്കുന്ന പാപം എങ്ങനെ തീരും എന്റെ കണ്ണാ എന്ന് പറയാതെ വയ്യ. മുസ്ലിം കലാരൂപങ്ങളുടെ പ്രചാരണത്തിന് വാരിക്കോരി പണം നൽകുന്ന അൽ കേരള സർക്കാരിന് എന്തോന്ന് കഥകളി, എന്തോന്ന് തുള്ളൽ. ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നതിന് ലക്ഷങ്ങൾ എഴുതി വാങ്ങിയ ധനകാര്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് ഈ കലാകാരന്മാർക്ക് ഈ ദുര്യോഗം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.